പ്രൊജക്ട് ഹെയിൽ മേരി സ്റ്റാറിംഗ് റയാൻ ഗോസ്ലിംഗ് കിഡിലൻ സൈഫൈ സർവൈവൽ മൂവി വിത്ത് സ്ട്രോങ് ഇമോഷൻ. ഞാൻ കണ്ടിട്ടുള്ളത് വെച്ച് വൺ ഓഫ് ദി ബെസ്റ്റ് സൈഫൈ മൂവി എന്ന് തന്നെ ഞാൻ പറയും. കിഡിലൻ സിനിമയാണ്. സോ ഈ ഒരു സിനിമയുടെ കഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ റെയ്ലാൻ ഗ്രേസ് എന്ന് പറഞ്ഞ ഒരു സ്കൂൾ ടീച്ചർ, പുള്ളി കോമയിൽ നിന്ന് സ്പേസിൽ വെച്ച് വേക്കപ്പ് ആവുകയാണ് വിത്ത് നോ മെമ്മറി. പുള്ളി പതിയെ റിയലൈസ് ചെയ്യുന്നു ഹ്യൂമാനിറ്റിയുടെ ലാസ്റ്റ് ഹോപ്പ് പുള്ളിയാണ്. സോ പുള്ളി എന്തിന് സ്പേസിലേക്ക് വന്നു, പുള്ളിയുടെ മിഷൻ എന്താണെന്നുള്ളതൊക്കെ നമ്മളെ ഫ്ലാഷ് ബാക്കിലൂടെ കാണിക്കുന്നുണ്ട്. കുറച്ച് മിസ്റ്ററിയും അതുപോലെ സയൻസും ഒക്കെ ഉള്ളതാണ് സിനിമയുടെ ഫസ്റ്റ് ഹാഫ്. സയൻസ് ആവട്ടെ നമുക്ക് ഒട്ടും കോംപ്ലിക്കേറ്റഡ് ആക്കാതെ വളരെ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ തന്നെയാണ് സിനിമയിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ സിനിമയിൽ റോക്കി എന്ന് പറഞ്ഞൊരു ഏലിയൻ ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ക്യാരക്ടർ വന്നതിന് ശേഷം സിനിമ വേറൊരു ലെവലിലേക്ക് തന്നെയാണ് പോകുന്നത്. പിന്നെ ഈ ഒരു രണ്ട് ക്യാരക്ടേഴ്സിന്റെ ഒരു ഫ്രണ്ട്ഷിപ്പും അവർ തമ്മിലുള്ള ഒരു ഇമോഷണൽ ബോണ്ടിങ്ങും ഒക്കെ ഉള്ള ഒരു ഫൺ റൈഡാണ് സിനിമ. റയൻ ഗോസ്ലിംഗ് നല്ല പെർഫോമൻസ് ആയിരുന്നു സിനിമയിൽ. പിന്നെ സിനിമയിലെ ഏറ്റവും രണ്ടാമത്തെ ഒരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയെന്ന് പറയുന്നത് ഇതിന്റെ വിഷ്വൽസ് ആണ്. എസ്പെഷ്യലി ഇതിലെ സ്പേസ് സീൻസ് ഒക്കെ കിഡിലൻ വിഷ്വൽസ് ആയിരുന്നു. നമ്മൾ തിയേറ്ററിൽ ഇരുന്ന് കാണുന്ന സമയത്ത് നമ്മളും വേറൊരു സ്പേസിൽ ചെന്ന ഒരു ഫീല് നമുക്ക് കിട്ടും. അമ്മാതിരി ലെവൽ വിഷ്വൽസ് ആയിരുന്നു ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നത്. പിന്നെ ഇതിന്റെ ഈ പ്രൊഡക്ഷൻ ഡിസൈൻ വർക്കൊക്കെ നല്ല കിഡിലൻ ആയിരുന്നു. മ്യൂസിക്കും തരക്കേടില്ലാതെ തോന്നി. സോ കിഡിലൻ സിനിമയാണ്. നിങ്ങൾ ഒരിക്കലും ഈ സിനിമ മിസ് ചെയ്യരുത്. എസ്പെഷ്യലി ഇഫ് യു ആർ എ ഫാൻ ഓഫ് സൈഫൈ മൂവീസ്, തിയേറ്ററിൽ തന്നെ പോയി ഈ സിനിമ കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഐമാക്സോ അല്ലെങ്കിൽ PXL പോലെയുള്ള വലിയ വലിയ സിനിമാ തിയേറ്ററുകൾ പോയി കാണാൻ ശ്രമിക്കുക. ഞാൻ ഒരു നോർമൽ തിയേറ്ററിലാണ് കണ്ടത്. എന്നിട്ടും എനിക്ക് ഈ സിനിമ ഭയങ്കരമായിട്ട് വർക്കായി. സോ കഴിയുന്നവർ വലിയ സ്ക്രീനിൽ തന്നെ കാണാൻ ശ്രമിക്കുക. സോ നിങ്ങൾ ഒരിക്കലും ഈ സിനിമ മിസ് ചെയ്യരുത്. ഈ സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.